നമ്മുടെ കൃത്യമായ നിലപാട് ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? നിങ്ങൾ ഏതൊരു കാര്യത്തിലും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ചിന്ത ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ അതുണ്ടോ? പ്രമാണങ്ങളിൽ ഇല്ലേ പിന്നെ ആര് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രമാണങ്ങളിൽ ഉണ്ടോ? ഞാനത് അംഗീകരിക്കും. എല്ലാ രംഗത്തും ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യർ മടങ്ങിയാൽ ലോകം ഒന്ന്, ആശയം ഒന്ന്, ആദർശം ഒന്ന്, തത്വം ഒന്ന്, എല്ലാം ഒന്ന്. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഐക്യം, എല്ലാവരും കൊതിക്കുന്ന മനോഹരമായ ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ലോകത്തോട് പറഞ്ഞു, നിങ്ങൾ ഭിന്നിക്കരുതേ. വഅതസിമു ബിഹബ്ലില്ലാഹ് ജമീഅ വലാ തഫറഖൂ. ഒരു കാര്യം കൽപ്പിച്ചപ്പോൾ ഒരു കാര്യം വിരോധിച്ചു. എന്താ ആദ്യം വിരോധിക്കുന്നതിന്റെ മുമ്പ് ആദ്യം ഒരു കാര്യം കൽപ്പിച്ചു, എന്നാലേ ശേഷം പറയുന്നത് സംഭവിക്കുകയുള്ളൂ. എന്താ അല്ലാഹു പറഞ്ഞത്? നിങ്ങൾ ഭിന്നിക്കല്ല എന്നല്ല പറഞ്ഞത്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ. അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്ക്, അല്ലാഹുവിന്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്ക്, എല്ലാവരും കൂട്ടമായി പിടിക്ക്. ആർക്കും സംശയം തോന്നരുത്. ചിലയിടത്ത് ഞാൻ പിടിക്കാ, ചിലത് എനിക്ക് പറ്റൂലാന്ന് തള്ളല്ലേ. മുറുക്കി പിടിക്ക്, ബലവത്തായ ആ പാശത്തെ മുറുകി പിടിക്ക്. ഹബ്ലുല്ലാഹിൽ മതീൻ, അതേ നല്ല ഉറപ്പുള്ള കയറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചില്ലേ, അത് ഖുർആനാണ്. ആ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനാണല്ലോ നമ്മോട് പറഞ്ഞത്, അത്തിയുല്ലാഹ് വ അത്തിയുർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ, റസൂലുള്ളാഹിനെ അനുസരിക്കണേ. അപ്പൊ അല്ലാഹുവിനെ അനുസരിക്കലും റസൂലിനെ അനുസരിക്കലും അടങ്ങുന്ന ഖുർആൻ. അപ്പൊ ഖുർആനുമായി അതിന്റെ ആധികാരികമായ വ്യാഖ്യാതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യകളുമായി അങ്ങനെ അത് മുറുകെ പിടിക്കണേ. നിങ്ങൾ ഒന്നിച്ചൊന്നായി മുറുകെ പിടിക്കണേ. അതിന്റെ മാനദണ്ഡ പ്രകാരം വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കല്ല. ലോകത്തോട് അല്ലാഹു പറയാണ്, എന്താ ഭിന്നിച്ചാ കുഴപ്പം? ഭിന്നിച്ചാൽ എന്താ കുഴപ്പം? അല്ലാഹു പറഞ്ഞു, വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും വസ്ബിറു. നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത്. ഭിന്നിച്ചാലോ നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകും, നിങ്ങളുടെ കാറ്റ് പോയി പോകും, നിങ്ങളുടെ വീര്യം നശിച്ചു പോകും. അതുകൊണ്ട് ക്ഷമയോടെ പിടിച്ചു നിൽക്കണേ. എന്തിൽ? എല്ലാവരും വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കുന്നേ പറയാറുള്ളൂ. തൊട്ട് മുമ്പിൽ എന്താ തൊട്ട് മുമ്പിൽ അല്ലാഹു മാനദണ്ഡം പറയുന്നത്? വഅതിയുല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും വസ്ബിറു ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ, അവന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കണേ. ആ മാനദണ്ഡത്തിൽ മുറുകെ പിടിച്ചു നിന്നുകൊണ്ട് വലാ തനാസഉ, പിന്നെ നിങ്ങൾ ഭിന്നിക്കല്ല. എന്നിട്ടും ഭിന്നിക്കുകയാണോ പാവമെങ്കിൽ നിങ്ങൾ ശിഥിലമായി പോകും, നിങ്ങളുടെ വീര്യം നശിച്ചു പോകും. അതുകൊണ്ട് ക്ഷമയോടെ പിടിച്ചു നിന്നോ. ക്ഷമാലുക്കളുടെ കൂടെയാണ് നിശ്ചയം അല്ലാഹു ഉള്ളത്. വളരെ കൃത്യമായി അല്ലാഹു തആല പറയാണ്, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ. എത്ര സ്ഥലത്താ റബ്ബ് പറയുന്നത്? വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, അത്തിയുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കൂ. അതായത് ഇത്തബിഉ കിതാബഹു, അല്ലാഹുവിന്റെ കിതാബിനെ പിൻപറ്റണേ. വഅത്തിയുർ റസൂല, അതേ ഖുദൂ സുന്നതഹു, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കണേ, അവിടുത്തെ ചര്യ മുറുകെ പിടിക്കണേ. വഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും നിയമത്തിന് വിരുദ്ധമാകാത്തതൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവരെയും അനുസരിച്ചോളണേ. ഇനി നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടോ? നിങ്ങൾ എങ്ങോട്ട് മടക്കണം? ഏത് കൊല്ലത്തിലേക്ക് മടക്കണം? ഏത് കാലത്തേക്ക് മടക്കണം? ആരിലേക്ക് മടക്കണം? 2000 ആണോ 1900 ആണോ? എവിടേക്കാ മടക്കേണ്ടത്? ഭിന്നത വന്നു കഴിഞ്ഞാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കൂ. നിങ്ങൾക്ക് പടച്ചവനെയാണ് താല്പര്യമെങ്കിൽ, ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ മരിച്ചു പോകണമല്ലോ. ഇവിടുത്തെ സ്ഥാനങ്ങളല്ല, ഇവിടുത്തെ സ്ഥാപനങ്ങളിലെ ഒരുമിച്ചുള്ള നടത്തമല്ല, ഒരു പള്ളിയിൽ ഒന്നിച്ചു കഴിയലല്ല, ഒരു കുടുംബത്തിൽ സന്തോഷത്തോടെ നിങ്ങളല്ല. എനിക്ക്
എനിക്ക് മരിച്ചു പോകണം, എൻ്റെ റബ്ബിന്റെ കോടതിയിൽ കണക്ക് പറയണം. അങ്ങനെ അള്ളാനെ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ? ആ അള്ളാഹ് നിശ്ചയിച്ച കണക്കെടുപ്പിന്റെ ലോകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, നീതിയുടെ ലോകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, ഇടത്തട്ടുകാരില്ലാത്ത, ചൂഷണങ്ങളില്ലാത്ത, സ്വാധീനക്കാരുടെ സ്വാധീനം വിലപ്പോവാത്ത, സമ്പന്നന്റെ സമ്പത്തിന് വിലയില്ലാത്ത, അതേ പരമപരിശുദ്ധമായ ഹൃദയത്തിന്റെ ആദർശത്തെ കാത്തു സൂക്ഷിച്ച ആ മനുഷ്യനല്ലാതെ രക്ഷയില്ലാത്ത ലോകത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ? എങ്കിൽ നീ മടക്കേണ്ടത് അല്ലാഹുവിലേക്ക് മടക്കൂ, അവന്റെ റസൂലിലേക്ക് മടക്കൂ. അതാണ് ഏറ്റവും മെച്ചപ്പെട്ട കാര്യം. വളരെ കൃത്യമായിട്ട് അല്ലാഹ് പറയാണ്, നിലപാടുണ്ടോ എന്നാ ചോദിക്കുന്നത്. മുസ്ലിമീങ്ങൾക്ക് എന്താ നിലപാടിന് കമ്മി? മുസ്ലിമീങ്ങൾ വളരെ കൃത്യമായി നിലപാടുള്ളവരല്ലേ? എന്താണ് അല്ലാഹു തആല വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞത്? ഏത് ഭിന്നിപ്പും തീരാനുള്ള മാനദണ്ഡം ഇത്. ഈ മാനദണ്ഡത്തിലേക്ക് മടങ്ങിയാൽ എല്ലാ ഭിന്നിപ്പും തീരും. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആദ്യമായി അത് മനസ്സിലാക്കിയ ഉത്തമ തലമുറ മനസ്സിലാക്കിയതുപോലെ മനസ്സിലായ പ്രശ്നം തീർന്നു. അതെന്താ മൗലവി, ഖുർആനും സുന്നത്തും എന്ന് പറയാതെ ഒരു ഉത്തമ തലമുറ? അതെന്താ ഒരു ഉത്തമ തലമുറയെ ഇടയ്ക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ്? അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. കാരണം അള്ളയാണ് പറഞ്ഞത്, വിശ്വസിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണം? മുനാഫിക്കീങ്ങളായ ആളുകളുടെ സ്വഭാവം ഉണ്ടാകരുത്. മുനാഫിക്കീങ്ങളോട് പറയപ്പെട്ടാൽ വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, അന്നാസാകുന്ന ജനങ്ങളാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവിടെ നിന്ന് ദീന് പഠിച്ച ആ സഹാബിമാരായ ആളുകൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന് മുനാഫിക്കിനോട് പറയപ്പെട്ടാൽ അവൻ തിരിച്ചുകൊണ്ട് നെകളിപ്പോടെ ചോദിക്കും, അനുമിനു കമാ ആമന സുഫഹാ, വിഡ്ഢികൾ വിശ്വസിക്കും പോലെ വിശ്വസിക്കാനോ? വിഡ്ഢിത്ത വിശ്വാസത്തിന് ഞങ്ങളെ കിട്ടൂല. ഈ മാതിരി പൊട്ടത്തരം അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടൂല. അത് നിങ്ങൾ വേറെയുള്ളവരോട് പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ സദസ്സിലിരുന്ന് അവിടുത്തോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവിടുത്തെ തിരുമാവിൽ നിന്ന് ആശയം മനസ്സിലാക്കിയ ആ ഉത്തമരായ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും, അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാലേ നേർമാർഗത്തിലെത്തുകയുള്ളൂ. ഫഇന്നമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അല്ലാഹ് കൃത്യമായി പഠിപ്പിച്ചില്ലേ, അവര് വിശ്വസിക്കാൻ സന്നദ്ധരാണെങ്കിൽ, ഏതുപോലെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കുകയാണെങ്കിൽ നേർമാർഗം കിട്ടിക്കഴിഞ്ഞു. അതല്ല പിന്തിരിയാനാണ് ഭാവമെങ്കിൽ അവര് വല്ലാത്ത പിളർപ്പിൽ തന്നെ, വല്ലാത്ത സങ്കടത്തിൽ തന്നെ. അല്ലാഹ് കൃത്യമായി തന്നെ ലോകത്തോട് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ടാ പറയുന്നത് കിതാബും സുന്നത്തും എല്ലാവരും പറയും. ഒരു കിതാബ് ഖുർആൻ ഇട്ട് നിവർത്തി വെച്ചു, ഒരു ഡിക്ഷണറി നിവർത്തി വെച്ചിട്ട് ഞാൻ ഖുർആനിന് ഇങ്ങനെ അർത്ഥം പറയാൻ നിന്നാൽ ഇവിടെ എങ്ങനെ സംഭവിക്കുക? പറ്റുമോ? പറ്റൂല. അപ്പൊ ഖുർആനും ഹദീസും തന്നെ എല്ലാവരും പറയേണ്ടത്. ആ ഖുർആനും ഹദീസും ആദ്യം കേട്ട് നടപ്പിൽ വരുത്തിയ ഖൈറുന്നാസി ഖർനി എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു ഉത്തമ തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക്. അവർ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മനസ്സിലാക്ക്. അവർ മനസ്സിലാക്കിയതൊക്കെ സത്യവിശ്വാസമാണ്, അവർ നിരാകരിച്ചതൊക്കെ അന്ധവിശ്വാസമാണ്. അവർ മനസ്സിലാക്കിയതൊക്കെ അത് വിശ്വസിച്ചാൽ മുശ്രിക്കായി പോകും. സഹാബിമാര് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ മുശ്രിക്കാണ്ടായി പോകും. കാരണം എന്താ? അഭൗതികമായിട്ട് നമ്മളെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അത് സഹാബത്തിന് മനസ്സിലായില്ല. സിഹിർ ബാധിക്കുന്ന വിശ്വസിച്ചു പോയാൽ, കണ്ണേറ് ചിലപ്പോൾ തട്ടാമെന്ന് വിശ്വസിച്ചു പോയാൽ അതൊക്കെ ശിർക്കാകും. കാരണം എന്താ? അദൃശ്യമായ മാർഗത്തിലൂടെ, അഭൗതികമായ മാർഗത്തിലൂടെ സഹായിക്കുന്ന വിശ്വസിക്കലല്ലേ. അത് അള്ളാഹിനെ കുറിച്ച് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ് വളരെ വികലമായ നിലക്കുള്ള വാദങ്ങൾ അവതരിപ്പിച്ച് സഹാബിമാര് വിശ്വസിച്ച വിശ്വാസത്തെ ഒരാൾ തള്ളിക്കളയുമ്പോഴോ എന്തായിത്തീരും യഥാർത്ഥത്തിൽ അവന്റെ സ്ഥിതി? വളരെ ആലോചിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ആദ്യമായി കേൾക്കാൻ അവസരം കിട്ടിയ ഖൈറുന്നാസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ വളരെ കൃത്യമായി ഐക്യം സാധ്യമായി. വളരെ കൃത്യമായി ഐക്യം ആ വിഷയത്തിൽ എന്ത് ചെയ്യാണ്? സാധ്യമാവുകയാണ്. സഹോദരന്മാരെ, ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ സിഹിർ ബാധിക്കോ ഇല്ലേ ഒരു തർക്കമായിട്ട് നടക്കുകയാണ്.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് വളരെ കൃത്യമാണ്. ഖുർആനിന്റെ വെളിച്ചത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതാനുഭവ വെളിച്ചത്തിൽ അതാദ്യമായി കേട്ട് മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്ത മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ അടങ്ങുന്ന പല സഹാബിമാരുടെയും ഒക്കെ വിശ്വാസം എന്താണ്? അത് ബാധിക്കാം. പക്ഷെ എല്ലാം സിഹിറാണോ അല്ലേ എന്നൊന്നും അറിയാതെ കണ്ടതൊക്കെ സിഹിറാണ്, സിഹിർ ചെയ്ത നിന്നെ ഞാൻ കാണിച്ചു തരാൻ, ഞാൻ മറു സിഹിർ ചെയ്യും. ഇസ്ലാം പറയുന്നു കാഫറായി പോണ കാര്യമാണ്, സിഹിർ ചെയ്യാൻ പാടില്ല, സിഹിറിന് ചെയ്യാൻ പാടില്ല. നിനക്ക് അങ്ങനെ വല്ല സിഹിറും ബാധിച്ചു എന്ന് സംശയം തോന്നുന്നുണ്ടോ? പരിഹാരം ഇസ്ലാമിൽ അല്ലാഹു തആല പറഞ്ഞു തന്നു. അതിന് അള്ളാഹുവിന്റെ വചനങ്ങൾ ഉപയോഗപ്പെടുത്ത്. നീ റബ്ബിനോട് ചോദിക്ക്, നീ റബ്ബിനോട് പ്രാർത്ഥിക്ക്. അതല്ലാതെ നീ കണിയാനെ സമീപിക്കണ്ട, ജ്യോത്സ്യനെ സമീപിക്കരുത്, മന്ത്രവാദിയെ സമീപിക്കരുത്, മാരണക്കാരനെ സമീപിക്കരുത്, കോഴിമുട്ടമ്മലും കരിക്കുമ്മലും പണികളെടുക്കുന്നവനെ സമീപിക്കരുത്, കുപ്പി തൂക്കുന്ന, ലോഹത്തകിട് തൂക്കുന്ന, ചരട് മന്ത്രിക്കുന്ന, അത്തരത്തിലുള്ള കവടി നിരത്തുന്ന ഏത് മതത്തിന്റെ പേരിൽ അറിയപ്പെട്ടവനാണെങ്കിലും നീ സമീപിക്കണ്ട എന്ന് കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഉള്ളതുപോലെ സഹാബത്തൊക്കെ വിശ്വസിച്ചു. അതുപോലെ തന്നെ ഒരു വലിയൊരു വിഷയമാണല്ലോ ഈ മനുഷ്യന് കണ്ണേറ് ബാധിക്കുമോ? അങ്ങനെ ബാധിക്കുമോ? ഒരാൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഉപദ്രവമോ ഒരു കാര്യമോ സംഭവിക്കാൻ അല്ലാഹ് നിശ്ചയിച്ചൊരു കാരണം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്താ പിന്നെ പ്രശ്നം? അത് അള്ളാന്റെ അനുമതി പ്രകാരം ഉണ്ടാകുന്നത്, അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം സംഭവിക്കുന്നതാണ്. അതല്ലേ സ്വഹാബത്ത് വിശ്വസിച്ചത്? കണ്ണേറുണ്ട് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കണ്ണേറ് കൊണ്ട് വല്ല ഉപദ്രവം അങ്ങനെ ബാധിക്കുന്നു സംശയിച്ചു പോയാൽ തന്നെ മുശ്രിക്കായി എന്നാണ് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ. സഹോദരന്മാരെ, കേരളക്കര എത്രയതിന് സാക്ഷ്യമായി. കേരളത്തിലെ വീടുകളുടെ അടുക്കളയിലിരുന്ന് ചർച്ച ചെയ്ത വിഷയങ്ങളല്ല ഇതൊന്നും, കുടുംബയോഗങ്ങളിൽ മാത്രം പറഞ്ഞ വിഷയങ്ങളല്ല ഇതൊന്നും. എന്നാ പിന്നെ കുടുംബക്കാർക്കൊക്കെ യോഗം ചേർന്ന് അടുക്കളയിലൊരു മീറ്റിംഗും വിളിച്ച സംഗതി ഉഷാറാകുമായിരുന്നു. പക്ഷേ കേരളക്കര എത്ര സംവാദങ്ങളാ കണ്ടത്, എത്ര വാദപ്രതിവാദങ്ങളാ കണ്ടത്, എത്ര ഖണ്ഡന മണ്ഡനങ്ങളും ചോദ്യോത്തരങ്ങളുമാ കണ്ടത്, എത്രയെത്ര പേജുകളിലൂടെയാണ് എഴുതിവിട്ടത്, എത്രയെത്ര സ്റ്റേജുകളിലൂടെയാണ് ഇത് മുഴങ്ങിക്കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ അല്ലെങ്കിൽ സിഹിർ ബാധിക്കുമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കായി പോയിന്ന്. കണ്ണേറ് ബാധിക്കുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ മുശ്രിക്കായി പോകും. ജൂതന്റെ വിശ്വാസമാണ്, ഖുർആൻ വിരുദ്ധമാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്. ഓ പ്രിയപ്പെട്ട സഹോദരാ, ഇസ്ലാം എന്താ പഠിപ്പിച്ചത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലമ്മ. നിങ്ങൾക്ക് ഇരുവർക്കും അല്ലാഹുവിനോട് ഞാൻ ഇതാ അഭയം ചോദിക്കുന്നു, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി. അതേ, എല്ലാ ഇഴജന്തുക്കളുടെയും എല്ലാ വിഷജീവികളുടെയും ശർറിൽ നിന്ന്, പിശാചിന്റെ ശർറിൽ നിന്ന്, ആക്ഷേപകാരിയായ കണ്ണിന്റെ ശർറിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു മക്കളെ എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പൊന്നോമനപുത്രന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് ആരാ ലോകത്തിന് പഠിപ്പിച്ചു തരുന്നത്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരക്കിടങ്ങളായ ഹസൻ ഹുസൈനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയാണ്, മക്കളെ, നിങ്ങളുടെ ഉപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കൾക്ക് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ നിങ്ങൾക്കും വേണ്ടി അല്ലാഹുവിനോട് ശരണം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നു. അത് ലോകത്തതാ അറിയപ്പെട്ട മഹാരഥന്മാരായ ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു. നാളിതുവരെയുള്ള മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു പോരുന്നു. അതെ, അത് വിശ്വസിച്ച മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ജൂതന്റെ പട്ടികയിലാണോ, മുശ്രിക്കാണോ, ഖുർആൻ വിരുദ്ധ ആശയത്തിന്റെ പ്രചാരകനാണോ? അത് കേട്ടുനിന്ന ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അതിന്റെ പ്രവർത്തനം ഈ ലോകത്ത് പിന്നെയും ആവർത്തിച്ച് കാണിച്ചു തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ടുനിന്ന പൊന്നോമന പേരമക്കളായ ഹസൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, ആ സംഭവം ലോകത്തിന് റിപ്പോർട്ട് ചെയ്തു കൊടുത്ത മഹാരഥന്മാരായ മഹത്തുക്കളായ മുഹദ്ദിസീങ്ങൾ ഇവരൊക്കെ മുശ്രിക്കുകളായോ? ഇവർക്കൊന്നും കാര്യകാരണ ബന്ധം തിരിഞ്ഞില്ലേ? ഇവർക്കൊന്നും ഭൗതികവും അഭൗതിക
അധികവും തിരിഞ്ഞില്ലേ? ഇവരൊക്കെ മുശ്രിക്കുകളാണോ? ഇവരൊക്കെ ജൂതന്റെ വിശ്വാസം പ്രചരിപ്പിച്ചവരാണോ? ഇവരൊക്കെ ഖുർആൻ വിരുദ്ധ ആശയം ലോകത്തോട് പറഞ്ഞവരാണോ? അല്ല അല്ല. ആ വിശ്വാസമാണ് കേരളക്കരയിലും നമ്മൾ പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം, സഹാബത്ത് പഠിപ്പിച്ച ആശയം, അവിടുന്ന് ഇങ്ങോട്ടുള്ള ആ പ്രമാണങ്ങളെ പിൻപറ്റിപ്പോന്ന ആളുകളൊക്കെ ഉൾക്കൊണ്ട ആശയം, ആ ആശയത്തെ അല്ലേ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന മഹത്തായ ഒരു സംഘടന 1950കളിൽ രൂപീകൃതമായപ്പോ മഹാരഥനായ KM മൗലവി റഹിമഹുല്ലാ പ്രഥമ പ്രസിഡന്റായി കൊണ്ട് രൂപീകരിച്ച ആ സംഘത്തിന്റെ വിശ്വാസവും അത് തന്നെയായിരുന്നു. നോക്ക്, KM മൗലവിയുടെ ഫത്വകൾ കിട്ടൂലേ ഇപ്പോഴും? ആ ഫത്വകളിൽ പിശാചുബാധയുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകും ജൂതനാകുമെന്നാണോ പറഞ്ഞത്? കണ്ണേറുണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകും ജൂതനാകുമെന്നാണോ പറഞ്ഞത്? അല്ല. നമ്മുടെ സഹോദരങ്ങളെ, മലയാളത്തിലല്ലേ ആ പുസ്തകം? KM മൗലയുടെ ഫത്വകൾ നിങ്ങൾ വായിച്ചു നോക്കൂ. അദ്ദേഹം എന്താ പറഞ്ഞത്? കേരള നദുവത്തുൽ മുജാഹിദീൻ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച് ഇന്നും നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടി നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് അമാനി മൗലവി അടക്കമുള്ള മഹാരഥന്മാരായ നമ്മുടെ പണ്ഡിത മഹത്തുക്കൾ നേതൃത്വം കൊടുക്കിക്കൊണ്ട് ഇറക്കിയിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയിൽ സൂറത്ത് യൂസുഫിന്റെ വ്യാഖ്യാനം നോക്ക്, അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനം നോക്ക്. കണ്ണേർ ബാധിച്ചാൽ മുശ്രിക്കായി പോകുമെന്നാണോ വിശ്വസിച്ചത് അവരൊക്കെ? സിഹിർ ബാധിച്ചാൽ മുശ്രിക്കായി പോകുമെന്നാണോ അവരൊക്കെ വിശ്വസിച്ചത്? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്ക് വേണ്ടി മന്ത്രിച്ച ഈ മന്ത്രം അമാനി മൗലവി പുസ്തകത്തിൽ കൊടുത്തപ്പോ മുശ്രിക്കിന്റെ പ്രാർത്ഥനയാണോ കൊടുത്തത്? ശിർക്കിന്റെ പ്രചരണത്തിന്റെ മന്ത്രമാണോ ഉച്ചരിച്ചത്? ചിന്തിക്കണം പ്രിയമുള്ളവരെ. അപ്പൊ നാളിതുവരെ ഇസ്ലാമികമായ പാരമ്പര്യമുള്ള അതേ കാര്യത്തിൽ നമ്മുടെയും മഹാരഥന്മാരായ പണ്ഡിതന്മാര് തർക്കിച്ചിട്ടില്ല. അഭിപ്രായ വ്യത്യാസമുള്ളവരുടെ വാക്കുകളെ വിലക്കെടുത്തിട്ടില്ല. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞവരെ അത് കൃത്യമായി നമ്മുടെ നയമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി തന്നെ നമ്മൾ പഠിപ്പിച്ചു. ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. അത് സിഹിറിന്റെ വിഷയമാവട്ടെ, പിശാചുബാധയുടെ വിഷയമാവട്ടെ, കണ്ണേറിന്റെ വിഷയമാകട്ടെ. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ പണ്ഡിതന്മാര് നോക്കണം അവരുടെ ദീർഘദൃഷ്ടി. അപ്പോഴൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ ഒരു കാര്യം സമൂഹത്തോട് പറഞ്ഞു: സിഹിറുണ്ടെന്ന് വിചാരിച്ച്, പിശാചുബാധയുണ്ടെന്ന് വിചാരിച്ച്, കണ്ണേറുണ്ടെന്ന് വിചാരിച്ച് കോലം തൂക്കണ്ട, കരിങ്കണ്ണ നോക്കെന്ന് എഴുതി വെക്കണ്ട, ചരട് കെട്ടണ്ട. ആ പല രൂപത്തിലുള്ള ആളുകളുടെ സ്ഥാപനങ്ങളിലേക്ക് നീ അതിന്റെ നിജസ്ഥിതി അറിയാൻ പോകണ്ട. നിന്റെ അമലങ്ങ് പൊളിഞ്ഞു പോകും, നിന്റെ നിസ്കാരം ബാത്തിലായി പോകും, ഈമാനിൽ നിന്ന് തെറിച്ചു നീ പോകും, തൗഹീദിൽ നിന്ന് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹ് നിശ്ചയിച്ച കാരണത്തിന് അള്ളാഹ് നിശ്ചയിച്ച പ്രതിവിധിയുമുണ്ട്. അത് ദിക്റുകളാണ്, ദുആകളാണ്, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. അതേ നിങ്ങൾ ചെയ്യാവൂ. അതല്ലാതെ മറ്റു വഴികൾ തേടി പോകുന്നത് ശിർക്കിന്റെ പ്രവർത്തനമാണ്, കുഫറിന്റെ പ്രവർത്തനമാണ്. സൂക്ഷിക്കണേ. ബിൽഡിംഗ് നിർമ്മിക്കുമ്പോ കരിങ്കണ്ണ നോക്കെന്നല്ല എഴുതി വെക്കേണ്ടത്. കുട്ടിക്ക് അങ്ങനെ കണ്ണേറ് തട്ടുമോ എന്ന് ഭയപ്പെടുമ്പോ കുട്ടിയുടെ കയ്യിൽ നീ പുലിനകമല്ല കെട്ടേണ്ടത്. പുലിനകം തൂക്കിയിടണ്ട, കരടി രോമം ധരിപ്പിക്കണ്ട, കറുത്ത ചരട് കെട്ടണ്ട. നീ പൗഡർ ഇട്ട് കൊടുത്ത് ഒരു കറുത്ത പുള്ളി കുഞ്ഞിന്റെ കവിളിൽ കൊടുത്താൽ ആ കടുത്ത പുള്ളി നിന്നെ കുഞ്ഞിന്റെ കണ്ണേറിൽ നിന്ന് രക്ഷിക്കുമെന്ന വിശ്വാസം നിനക്ക് വേണ്ട. ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങളാ വേണ്ടതെന്ന് പ്രത്യേകം ഈ സമൂഹത്തോട് പറഞ്ഞിട്ട് അത് 2000 വരെയും പറഞ്ഞു. കൃത്യമായി തന്നെ പറഞ്ഞു. 2016 ഈ ഡിസംബർ 18 വരെയും അങ്ങനെ തന്നെ മുജാഹിദുകൾ പറയുന്നു. ഒരിക്കലും ഈ വിഷയത്തിൽ മുജാഹിദുകൾക്ക് ഇരുട്ടിൽ തപ്പേണ്ടി വന്നിട്ടില്ല. ചില സഹോദരന്മാരൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് 2000 മുതൽ 2015 വരെയുള്ള 15 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇരുണ്ട കാലഘട്ടമായിരുന്നു. അല്ലാഹുവിൽ അഭയം. ഈ പ്രസ്ഥാനം ഏത് കാലത്തായി ഇരുട്ടിലേക്ക് പോയത്? ഒരിക്കലും പോയിട്ടില്ല. ഈ പ്രസ്ഥാനം 2000-ലെന്നല്ല, 2002-ലെന്നല്ല, 2012-ലെന്നല്ല, ഇത് ഇരുട്ടിക്ക് പോയിട്ടില്ല, പോകാൻ സമ്മതിച്ചിട്ടില്ല. ഇസ്ലാഹി പ്രസ്ഥാനം അതതിന്റെ തനിമയോടെ വളരെ കൃത്യമായി ഇന്നും ജ്വലിച്ചു നിൽക്കുകയാണ്. ഏത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അന്നുള്ള വിശ്വാസം, അത് ഏത് വിഷയമാവട്ടെ, ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ. സിഹിർ ബാധ, പിശാച് ബാധ, സംസമിന്റെ പ്രാധാന്യം,
ഹജറുൽ അസ്വദിന്റെ മഹത്വം, സിറാത്ത് പാലം മരിച്ചു എന്നാ പരലോകത്തുണ്ടോ അല്ലേ? ഖബർ ശിക്ഷ കൃത്യമായിട്ടുണ്ടോ അതോ ആലങ്കാരികമാണോ അല്ലേ? അതുപോലെ തന്നെ ചന്ദ്രൻ പിളർന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത്? അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേതൃത്വത്തിൽ ബദരീങ്ങൾ ബദറിൽ പടവെട്ടിയപ്പോ സഹായത്തിന് മലക്കുകൾ ഇറങ്ങിയോ ഇല്ലേ? അതുപോലെ തന്നെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ പ്രിയമുള്ളവരെ ഇസ്രാഉ മിഅ്റാജ് സംഭവിച്ചോ അതോ സ്വപ്നമായിരുന്നോ? ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ വിഷയങ്ങൾ. ഈച്ച വെള്ളത്തിൽ വീണാൽ അതിനെ മുക്കിയിട്ട് നീ ഒഴിവാക്കണം. അതേ, അതിന്റെ ഒരു ചിറകിൽ വിഷമുണ്ടെങ്കിൽ ഒരു ചിറകിൽ അതിന്റെ ഔഷധമുണ്ടെന്ന് പഠിപ്പിച്ച കാര്യമടക്കം ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് എന്തെന്ന് വിശ്വസിച്ചോ അത് ഈ തലമുറ കൈമാറി വന്നുകൊണ്ട് കെ.എം. മൗലവി പ്രസിഡന്റായി രൂപീകരിച്ച നദ്വത്തുൽ മുജാഹിദീനിന്റെ പുസ്തകങ്ങളിലും കാര്യങ്ങളിലും പഠിപ്പിച്ചിട്ടില്ലേ? ഇന്നും നമ്മുടെ പൊന്നുമക്കൾ കേരള നദ്വത്തുൽ മുജാഹിദീനിന്റെ പുസ്തകം പഠിപ്പിക്കുമ്പോ മദ്രസ സിലബസ് എടുത്ത് പരിശോധിച്ചു നോക്ക്. സിഹിർബാധ ഉണ്ടെന്നാണോ അല്ലെന്നാണ് പറഞ്ഞത്? സിഹിർബാധ ഉണ്ടെന്ന് വിശ്വസിച്ച മുശ്രിക്കാകുമെന്നാണോ പറഞ്ഞത്? അതെ, പിശാചുബാധ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചാൽ മുശ്രിക്കാകുമെന്നാണോ പറഞ്ഞത്? ഇബ്രാഹിം അലൈഹിസ്സലാം പൊന്നോമന മക്കൾക്ക് വേണ്ടി ഈ കണ്ണേറ് തട്ടാതിരിക്കാനുള്ള മന്ത്രം പഠിപ്പിച്ചത്, നമ്മുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് ശിർക്ക് പ്രചരിപ്പിക്കാനായിരുന്നോ? ഒരിക്കലുമല്ല. സമൂഹത്തിന് അന്ന് മുതൽ ഇന്ന് വരെ തർക്കമില്ലാത്ത കാര്യം. പക്ഷേ ചില ആളുകൾ ഇരുട്ടിൽക്ക് പോയി എന്നുള്ളത് ശരിയാണ്. 2002 കുറെ പോയി, 12 ചിലർ പോയി. 12 വരെ ഒന്നിച്ച് ഇരുട്ടിനെതിരെ നമ്മൾ വെളിച്ചത്തിന് വേണ്ടി പോരാടിയപ്പോ അതിൽ നിന്നും ചിലരും ഈ വെളിച്ചമല്ല നല്ലത് ഇരുട്ടാണെന്ന് പറഞ്ഞിട്ട് അവരുടെ കമ്പനിയിലേക്ക് ചിലരും പോയിട്ടുണ്ട്. എന്നല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം 2000 മുതൽ 2015 വരെ ഇരുട്ടിലായിരുന്നുവെന്നും ഇനി ആ ഇരുട്ടിൽ നിന്ന് ഇതാ വെളിച്ചത്തിലേക്ക് ഉദയം ചെയ്യുന്നു എന്ന പ്രഖ്യാപനം അത് മുജാഹിദുകളുടെ അടുക്കൽ വിലപ്പോവില്ല. കാരണം ഞങ്ങൾ അന്നും ഇന്നും ഇൻഷാ അല്ലാഹ് എന്നും ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ, സ്വഹാബത്ത് പഠിപ്പിച്ചതുപോലെ ആരതിന്റെ പേരിൽ ഞങ്ങളെ ക്രൂശിച്ചാലും ഞങ്ങളെ പരിഹസിച്ചാലും ഞങ്ങളെ എന്ത് പേരിൽ വിളിച്ചാലും, മനുഷ്യ പേരിൽ വിളിച്ചാലും അല്ലാത്ത പേരിൽ വിളിച്ചാലും എന്തും വിളിച്ചോ, കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ്. വല തസ്മഉന്ന, നിങ്ങൾ കേൾക്കേണ്ടി വരും സഹോദരന്മാരെ. അതും ഒരു പരീക്ഷണമല്ലേ? ഉറച്ചു നിന്നോ. അത്തിയുല്ലാഹ വ റസൂലഹു, അല്ലാഹനെ അനുസരിച്ചോ അവന്റെ റസൂലിനെ അനുസരിച്ചോ. ഭിന്നിക്കല്ല, ക്ഷമയോടെ പിടിച്ചു നിന്നോ. വല്ലാഹി ഇന്നല്ലാഹ മഅസ് സാബിരീൻ, അല്ലാഹ് ക്ഷമാലുക്കളുടെ കൂടെയുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇരുട്ടിൽക്ക് പോയി ഇനി ദയവായി ആരും പറയില്ല ഈ വർത്തമാനം. മുജാഹിദ് പ്രസ്ഥാനം ഇരുട്ടത്തൊക്കെ ചില ആൾക്കാർ കൊണ്ടുപോയി, നമ്മൾ സമ്മതിച്ചില്ല. 2002 കൊണ്ടുപോയി, സമ്മതിച്ചില്ല. 2007 പരസ്യമായിട്ടൊരു പുസ്തകത്തിൽ എഴുതി മൗലവി ഭാഗം മുശ്രിക്കുകളാ. ഇരുട്ടത്തുള്ളവർ പറഞ്ഞു നമ്മൾ വെളിച്ചം ഉയർത്തി കാണിച്ചു. ഇല്ല, ഈ വെളിച്ചം ഞങ്ങൾ കെടാതെ സൂക്ഷിക്കും. മുശ്രിക്കാക്കാൻ സമ്മതിക്കൂല, ഞങ്ങൾ മുശ്രിക്കുകളല്ല. ഒരുമിച്ച് നമ്മൾ പറഞ്ഞു, കുറെ കാലം ഒരുമിച്ച് പറഞ്ഞവർക്ക് തോന്നി അല്ല എന്തോ ഇതിൽ സത്യമുണ്ട് തോന്നിയിട്ട് അവർ ഇരുട്ടത്തേക്കാണ് പോയി. നമ്മളെപ്പോഴും വെളിച്ചത്ത് തന്നെ നിന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ, ഈ സെക്കൻഡ് വരെ അങ്ങനെ തന്നെയാണ്. പിന്നെന്താ? അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്കുള്ള കൃത്യമായ ഒരു നയമുണ്ട്. അതെന്താ? അത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ, മഹാരഥന്മാരായ ഉത്തമരായ തലമുറയിലൂടെ ലോകത്തിന് ഇങ്ങനെ കൈമാറി ഈ വെളിച്ചം ഒരിക്കലും കെട്ടുപോകില്ല. അല്ലാഹു തആല പറഞ്ഞു, അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചു, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ഭാഗമെന്നും സത്യത്തിൽ ഉറച്ചു നിൽക്കും. അവർ ഇരുളിലേക്ക് പോവില്ല, ഇരുണ്ട യുഗം അവർക്ക് വരില്ല. എന്നും അവർ ഹക്കിൽ തന്നെയായിരിക്കും. പക്ഷേ അവരെ ആരൊക്കെ എന്ത് പേരിൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാലും, എന്തൊക്കെ പേരെടുത്ത് പരിഹസിക്കാൻ നോക്കിയാലും, ഏതൊക്കെ നിലക്കുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തിയാലും അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. കാരണം അല്ലാഹു ഉണ്ട് നമുക്ക്, അല്ലാഹുണ്ട് അവന്റെ ദീനിന്റെ സംരക്ഷകർക്ക്. അതേ അവസരത്തിൽ എല്ലാ ഇരുട്ടത്തു നിന്നും മാറിയിട്ട്, ഞങ്ങൾ ഇരുട്ടത്തായിരുന്നു ജനങ്ങളെ, 10-15 കൊല്ലം ഞങ്ങൾ അറിയാതെ ഇരുട്ടിൽ പെട്ടുപോയി. ഇപ്പോഴാണ് സത്യം മനസ്സിലായത്.
പോയതെന്ന് ആരൊക്കെ ഇരുട്ടിൽ പോയി എന്നവർക്കൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പരസ്യമായി ജനങ്ങളോട് മാപ്പ് പറയട്ടെ. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ. തെറ്റുപറ്റിപ്പോയി മക്കളെ. റസൂലുള്ള ഉണ്ടെന്ന് പറഞ്ഞ സിഹ്ർ വിശ്വാസം അവിടുന്ന് പഠിപ്പിച്ച കണ്ണേറ് വിശ്വസിച്ചാൽ മുശ്രിക്കായി പോയി എന്ന് ഞങ്ങളെ ഇവരക്കേട് കൊണ്ട് പറഞ്ഞു പോയതാണ്. ആ ഇരുട്ടത്ത് നിന്ന് ഞങ്ങൾ ഇപ്പൊ കയറി വന്നിരിക്കുന്നു KM മൗലവി പഠിപ്പിച്ച ആദർശത്തിലേക്ക്. അതേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് കൃത്യമായിട്ടൊന്ന് ജീവിതം നന്നാക്കിയിട്ട് വരുംകാല വാക്കുകളും എഴുത്തുകളും ഒക്കെ ഒന്ന് നന്നാക്കിയിട്ട് ഒന്ന് ബയ്യനൂ, ഒന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്താൽ സന്തോഷമേയുള്ളൂ. വളരെ സന്തോഷം. കാരണം ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നല്ലോ, സത്യത്തിലേക്ക് വന്നല്ലോ. 1000 സ്വാഗതം, അത്രയല്ലേ പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഹക്കിന്റെ പാത അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചിരുന്ന ആ പാത അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് ജീവിച്ചാൽ ഏത് പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും സഹോദരന്മാരെ. അതല്ലാത്ത നിലക്കുള്ള ഒരു പരിഹാര മാർഗവും ഇല്ല. അതിന് അള്ളാഹു കാണിച്ചു തന്ന മാർഗത്തെ നമ്മൾ എപ്പോഴും ഓർക്കുക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് രംഗത്തും വിട്ടുവീഴ്ച എത്രത്തോളമായി ഇസ്ലാം പറഞ്ഞിരുന്ന എല്ലാം പൊറുക്കും മുജാഹിദുകൾക്ക് പൊറുക്കാൻ കഴിയാത്തതൊന്നുമില്ല. നമുക്കെല്ലാം പൊറുക്കാൻ സാധിക്കും സഹോദരന്മാരെ. പക്ഷേ ആദർശത്തിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലല്ലോ. ആദർശത്തിന്റെ കാര്യത്തിൽ അതില്ലല്ലോ. ഔസും ഖസറജും ഒക്കെ സഹോദരന്മാരെ എത്ര കാലമാ മദീനത്ത് പോരടിച്ചത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഔസിനെയും ഖസറജിനെയും കൊണ്ട് യോജിച്ചപ്പോൾ അവരുടെ പഴയകാല വൈരാഗ്യങ്ങളൊക്കെ അവർ മറന്നു ഒന്നായി. പക്ഷേ ആ മറന്നു ഒന്നായപ്പോഴും ഒരിക്കൽ പോലും ഒരു ഔസുകാരിൽപ്പെട്ട സഹാബിയും ഒരു ഖസറജിയെയും അവൻ മുശ്രിക്കായ വിശ്വാസക്കാരനാണ് എന്ന് പറഞ്ഞില്ല. ഒരു ഖസറജിയിൽപ്പെട്ട സഹാബിയും ഒരു ഔസിനെയും നിനക്കൊണ്ട് ശിർക്കൊക്കെ അങ്ങനെയാണ് പറയുന്നു വേണ്ട, ഇപ്പൊ നമ്മൾ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റിൽ നബിയുടെ കൂടെയാണ് പോവുക എന്ന് ഒരു ഖസറജിയും പറഞ്ഞില്ല. മറിച്ച് അവരുടെ വിശ്വാസം ഒന്നായിരുന്നു. അവരെ കോർത്തിണക്കിയ മധ്യസ്ഥനായിരുന്നുവോ അത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എ മുതൽ Z വരെയുള്ള ഒരു കാര്യത്തിലും അവർക്ക് അഭിപ്രായ വ്യത്യാസം ഒരു രംഗത്തും അവരില്ലാതെ അവർ കൃത്യമായി തന്നെ ആ കൃത്യമായ ആദർശത്തിൽ അങ്ങ് അടിയുറച്ചു നിന്നു. ആ മാർഗത്തിലാണെങ്കിൽ വളരെ സന്തോഷല്ലേ. അങ്ങനെ തന്നെയാ വേണ്ടത്. എല്ലാവരും അങ്ങനെ യോജിക്കണം, ആ തത്വത്തിലേക്ക് വരണം, ആ തത്വത്തിൽ നിന്ന് മാറരുത്. അതേ അവസരത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നോക്കൂ, നിങ്ങൾ സഹോദരന്മാർക്കൊക്കെ പുറത്തു കൊടുത്തില്ലേ? എന്തൊക്കെ തെറ്റാ യൂസുഫ് നബിയെ ചെയ്തത്. കിണറ്റിൽ കൊണ്ടുപോയിട്ടു, പല പ്രയാസങ്ങൾ ഉണ്ടാക്കി, ഒക്കെ ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും ബാപ്പ പഴാകുന്ന യഅ്ഖൂബ് നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ആദർശത്തിന്റെ കാര്യത്തിൽ ഈ മക്കൾക്കാർക്കും ഒരു പ്രശ്നമില്ല. ഈ മക്കൾ ആരും ആദർശ രംഗത്ത് രണ്ട് ചേരിയിലല്ല, ഒരേ ആദർശക്കാരാ. പിന്നെ വ്യക്തിപരമായിട്ടുണ്ടായതൊക്കെ പുറത്തു കൊടുത്തു. പുറത്തു കൊടുക്കണമല്ലോ, അത് പുറത്തു കൊടുക്കുന്ന പാരമ്പര്യമാണല്ലോ നമുക്കുള്ളത്. തീർച്ചയായും പുറത്തു കൊടുക്കണം. ആ അർത്ഥത്തിലുള്ള ഒരൈക്യം അത് കൃത്യമായി ലോകത്ത് പുലരട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം. കൃത്യമായി നാം വസ്തുതകൾ ചിന്തിക്കാൻ ആരെയും അന്ധമായി തഖ്ലീദ് ചെയ്യരുത്. ആര് പറഞ്ഞു എന്നതിനേക്കാളപ്പുറം പ്രമാണങ്ങൾ വേണം. തഖ്ലീദ് ഉണ്ടല്ലോ, അത് മുജാഹിദുകൾക്കില്ല. ആര് പറഞ്ഞു എന്ന് നോക്കിയിട്ടല്ല നമ്മൾ നോക്കാറുള്ളത്. ആര് പറഞ്ഞു, ആര് പറഞ്ഞില്ല, എത്രയാൾ പിന്നാലെയുണ്ട് ഇല്ല എന്ന് നോക്കിയിട്ടല്ല. പ്രമാണബദ്ധമാണോ, പ്രമാണത്തിലുള്ളതാണോ, അതിനാണല്ലോ നമ്മൾ എല്ലാവരും വില കൽപ്പിച്ചിട്ടുള്ളത്. ആ കൃത്യമായ പ്രമാണം എന്തിന്? തനിക്ക് പരലോകത്ത് സ്വർഗത്തിലെത്തണം. നരകത്തിൽ കടന്ന് വിലപിക്കാൻ ഇടവരരുത്. എന്താ നരകത്തിൽ കിടക്കുമ്പോ പറയാന്നറിയോ? യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ യഖൂലൂൻ യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂലാ وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا ربنا آتهم ضعفين من العذاب ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا.
അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അർത്ഥം വളരെ ഗുരുതരമാണ്, വളരെ ഗൗരവമാണ് പ്രിയമുള്ളവരെ. നരകത്തിൽ മുഖം കുത്തി വീഴുന്നൊരു ദിവസം, ആ നരകത്തിൽ കടന്നുകൊണ്ട് പാപികളായ ആളുകൾ വിലപിച്ചുകൊണ്ട് അട്ടഹസിച്ച് പറയാണ്, എത്ര നന്നായിരുന്നു അള്ളാഹിനെ അനുസരിച്ചിരുന്നെങ്കിൽ, അള്ളാഹിന്റെ റസൂലിനെ ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങളെ നേതാക്കന്മാരെയും ഞങ്ങളിലെ വലിയവന്മാരെന്ന് ഞങ്ങൾക്ക് തോന്നിയവരൊക്കെ ഞങ്ങൾ അനുസരിച്ചു. അവര് പറഞ്ഞപ്പോ ആദർശാന്ന് വിചാരിച്ചു, അവര് പറഞ്ഞപ്പോ ആദർശ വ്യതിയാനാന്നും വിശ്വസിച്ചു, അവര് പറഞ്ഞപ്പോ വിശ്വാസാന്ന് വിശ്വസിച്ചു, അവര് പറഞ്ഞപ്പോ അന്ധവിശ്വാസാന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞു. പ്രമാണം നോക്കിയില്ല, നേർമാർഗം ഞങ്ങൾ ചിന്തിച്ചില്ല. പിഴപ്പിച്ച് കളഞ്ഞല്ലോ ഞങ്ങളെ അവർ, പിഴപ്പിച്ച് കളഞ്ഞല്ലോ ഞങ്ങളെ അവർ. ലോകത്ത് ശിർക്കിന് പ്രചോദനം നൽകുന്ന പുരോഹിതന്മാർ, ഖബർ വ്യവസായം നടത്തുന്നവർ, മുടി വ്യവസായം നടത്തുന്നവർ, മുടിവെള്ളം വിറ്റ് നടക്കുന്നവർ, അന്ധവിശ്വാസത്തിന്റെ പ്രയോക്താക്കൾ, അന്ധവിശ്വാസത്തിന്റെ പ്രചാരകന്മാർ, ജാറത്തിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ, ശിർക്കൻ പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയി തള്ളുന്നവർ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആചാരങ്ങളോട് പരിഹാസം നടത്തുന്നവർ, ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളെ പുച്ഛിക്കുന്നവർ, അവയെ മുഴുവനും കളിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, അങ്ങനെ പലരുമുണ്ട്. പ്രമാണം മനസ്സിലാക്കാത്ത കുഴപ്പമാണ്. അവരാര് പറഞ്ഞു നോക്കി ഒപ്പം കൂടിയതാണ്, സാധുക്കളാണ്. പലപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ പറയേണ്ടി വരും, ഞങ്ങൾ നേതാക്കൾ പറഞ്ഞപ്പോ അതാണ് വിചാരിച്ച് കൂടിപ്പോയി, ഇവര് ഞങ്ങളെ പിഴപ്പിച്ചു. അതുകൊണ്ട് അള്ളാഹിന്റെ കോടതിയിൽ നരകത്തിൽ വെച്ചൊരു കേസ് പറയുന്നുണ്ട്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ആതിഹിം, ഈ പഴക്കാൻ ഞങ്ങൾ കാരണക്കാരായ ഈ കൂട്ടർക്ക് നീ കൊടുക്കണേ. ഞങ്ങൾക്ക് തരുന്നത് പോലെയുള്ള ശിക്ഷ പോരാ, ശിക്ഷയുടെ ഇരട്ടിക്കിരട്ടിയായി കൊടുക്കണേ. വൽ അൻഹും ലഅനൻ കബീറ, അവരെ നീ വല്ലാതെ ശപിക്കണേ, നീ അവരെ ശാപം കൊണ്ട് മൂടണേ അല്ലാഹ് എന്ന് നരകത്തിൽ കടന്നുകൊണ്ട് വിലപിക്കുന്നു. ഈ വചനം നമ്മൾ ഓർക്കണം. ഇതിൽ നമ്മൾ മെമ്പറാകാൻ പാടില്ല, ഈ ദുർഗതി നമുക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മൾ പ്രമാണങ്ങളുടെ പിന്നാലെ, അതാര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്ന് നോക്കിയിട്ടല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവിടുത്തെ നബിയായി അംഗീകരിച്ചാൽ സത്യസാക്ഷ്യത്തിന്റെ വചനങ്ങൾ നമ്മൾ ഉരുവിടുന്നുണ്ടെങ്കിൽ, അതേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ ആദർശം നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചിന്തിച്ചേ പറ്റൂ. അതല്ലാതെ ഒരാളോടും നമുക്ക് പ്രിയമുള്ളവരെ എന്തെങ്കിലും വിദ്വേഷമുണ്ടോ? എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നു, എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുന്നു. സത്യം നമ്മൾ വിളിച്ചു പറയുന്നതിൻ്റെ പേരിൽ ആരെങ്കിലും നമ്മെ ഏതെങ്കിലും നിലക്ക് പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒതുക്കാൻ നോക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അള്ളാഹുവല്ലേ വലിയവൻ, അള്ളാഹുവെല്ലാം അറിയുന്നവനല്ലേ, അവൻ്റെ പ്രീതിയല്ലേ ലക്ഷ്യം വെക്കുന്നത്. ലക്ഷ്യം വെക്കേണ്ടത് അതായിരിക്കണം. അതിന് കൃത്യമായി നമ്മൾ പഠിക്കണം സുഹൃത്തുക്കളെ. ഇപ്പോഴും പലർക്കും വിഷയങ്ങൾ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം. നമ്മുടെ കൈകളിൽ ഖുർആൻ പരിഭാഷകളില്ലേ, നമ്മുടെ കാര്യങ്ങളില്ലേ, കൃത്യമായി നമ്മൾ ഏത് കാലഘട്ടത്തിലും സമൂഹത്തോട് പറയുന്ന കാര്യങ്ങളില്ലേ, ഒരു മാറ്റവുമില്ലാതെ പറയുന്ന യാഥാർത്ഥ്യങ്ങളില്ലേ, അത് പഠിക്കണം. പഠിക്കാൻ നമ്മൾക്ക് ഇൽമു വേണം. അതിനാ ദിവസമത നേർവഴി വരുന്നുണ്ട്, നേർപദം ബാനറുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി ആഴ്ച തോറും നമുക്ക് നേരിടേണ്ടി വരുന്ന വ്യത്യസ്തങ്ങളായ ഇസ്ലാമിൻ്റെ അകത്തും പുറത്തു നിന്നുമുള്ള ആളുകൾ, ഇസ്ലാമിൻ്റെ അകത്തുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് ശത്രുക്കൾ നമ്മെ ഒതുക്കാൻ നോക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ വിശുദ്ധമായ ഹറമുകളുടെ നേരെ പോലും ശത്രുക്കൾ അതേ നമുക്കകത്തുള്ള ആളുകളെ കൊണ്ട് അമ്പയിപ്പിച്ചിട്ട്, അതല്ലെങ്കിൽ റോക്കറ്റ് അയച്ചുകൊണ്ട്, അതല്ലെങ്കിൽ കൃത്യമായ നിലക്കുള്ള സാധുനോദന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു. ശത്രു എന്നും അകത്തുള്ളവന്റെ ഉപയോഗപ്പെടുത്തുകയാണ്, അകത്തുള്ളവനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഒതുക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് ഏതിനെയും പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. കഷ്ടപ്പെടുന്ന ആളുകളുടെ കഷ്ടപ്പാട് ഓർക്കുന്നവരാണ് നമ്മൾ. മ്യാൻമറിലെ മുസ്ലിമീങ്ങളെ കുറിച്ച് ഓർക്കാത്ത മനുഷ്യരില്ല. സിറിയയിലെ ഹലബ് എന്ന് പറയുന്ന പ്രദേശത്ത് നേരിടേണ്ടി വരുന്ന യാതനകൾ മനസ്സിലാക്കാത്തവരല്ല നമ്മൾ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ ആ സഹോദരങ്ങൾക്ക് നീ അഭയം കൊടുക്കണം നാഥാ. ഹൃദയഭേദകമായ കാഴ്ചകളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൃദയമുള്ള ആർക്കാണ് കണ്ണുനീരൊഴുക്കാതെ ആ രംഗങ്ങൾ കാണാൻ കഴിയുക? ചുട്ടുകൊല്ലുകയല്ലേ. എന്തിനു വേണ്ടി? ആദർശം വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ. നമ്മൾ മനസ്സിലാക്കണം, പാഠം ഉൾക്കൊള്ളണം. ഈ ആദർശത്തിൽ അടിയുറച്ചു നിന്നതിന്റെ പേരിൽ മരിക്കേണ്ടി വന്നാലും ഈ ലോക ജീവിതം അല്ലെങ്കിലും കിട്ടിയ എത്ര കാലമാ കിട്ടുക? നമുക്ക് നല്ലവരായി മരിച്ചുകൂടെ? ഖബറിൽ ശാന്തി കിട്ടൂലേ? മഹ്ശറിലെത്തുമ്പോൾ സ്വർഗം കിട്ടൂലേ? അതല്ലേ നമ്മുടെ മോഹം. അതിന് ഇൽമു നേടണം, നമ്മൾ പഠിക്കണം, വായിക്കണം. നമ്മുടെ
മക്കൾക്ക് അറിവ് പ്രദാനം ചെയ്യണം. പ്രോഫ്കോൺ എന്ന് പറയുന്നത് പ്രൊഫഷണൽ സ്റ്റുഡൻസിന് വേണ്ടി ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്താനുള്ള സംവിധാനമാണ്. നമ്മുടെ മക്കൾക്ക് തുടർ മതവിദ്യാഭ്യാസം നൽകാനുള്ള സംവിധാനങ്ങളാണ് CRE സംവിധാനങ്ങളിലൂടെ നടക്കുന്നത്. എത്രയെത്ര സംവിധാനങ്ങൾ, പഠനത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. നമ്മുടെ പരലോകത്തിന് വേണ്ടി അറിയണം. അറിഞ്ഞില്ലല്ലോ, ചിന്തിച്ചില്ലല്ലോ എന്ന് വിലപിക്കുന്നവരിൽ കൂട്ടത്തിൽ നരകക്കാരുണ്ട്. നരകക്കാരുടെ വിലാപത്തിന്റെ പോയിന്റ് എവിടെയാണ്? വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ ഫഅതറഫൂ ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങളോട് പലരും പറഞ്ഞു, നിങ്ങളൊന്നും കേൾക്കണ്ട, എല്ലാം നമ്മൾ തീരുമാനിച്ചു, നീ ഒന്നും കേട്ടുപോകരുത്. പലരും പലതും നിങ്ങളോട് പറയും, കേട്ടുപോകരുത്. കേട്ടിരുന്നുവെങ്കിൽ ലൗ കുന്നാ നസ്മഉ ഔ നഖിലു, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, അതേ കൃത്യമായി ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പകർന്നു കൊടുത്ത് ഉത്തമ തലമുറയായ സ്വഹാബത്തിലൂടെ കൈമാറിയിട്ട് ഇന്ന് വരെ നമുക്ക് നമ്മുടെ മഹാരഥന്മാരായ മുൻഗാമികളായ നേതൃത്വം പഠിപ്പിച്ചിരുന്ന് അതേ നമ്മൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് നേടണം. അത് ജീവിതത്തിൽ കൊണ്ടുവരണം. അതിൻ്റെ പ്രബോധകരാവണം, അതിൻ്റെ പ്രചാരകരാവണം. ഇവിടെ ആളുകൾ ധാരാളം വന്നപ്പോ വയനാടിന്റെ പ്രദേശത്തുള്ള വീടുകൾ പലതും കയറിത്തീരാൻ അവർക്ക് കൂടി ഭാഗവാക്കാവാൻ സാധിക്കാതെ പല ആളുകളും ഞങ്ങൾക്കൊരു വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നിരാശപ്പെടുന്നവരുണ്ടാകും. ഒരിക്കലും ആ നിരാശ വേണ്ട. കേരളത്തിന്റെ മുക്കമൂലകൾ, മലമടക്കുകൾ, അതേ ഓരോ പ്രദേശങ്ങളും നമ്മെ കാത്തിരിക്കുന്നു. റഹ്മാനായ റബ്ബിന്റെ ഈ വെളിച്ചം അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് കൃത്യമായി അല്ലാഹുവിന്റെ ദീനനുസരിച്ചു കൊണ്ട് ജീവിച്ച് ആ പാതയിൽ തന്നെ മുന്നോട്ട് പോയാൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. അതേ അവസരത്തിൽ സത്യമെത്ര പ്രമാണമോദിക്കൊടുത്ത് വ്യക്തമായി കഴിഞ്ഞിട്ടും റസൂലുള്ളാഹിനോട് ആരെങ്കിലും മത്സര്യം കാണിച്ചാൽ അതേ പ്രമാണങ്ങളിലൊക്കെ എത്രയോ പഠിപ്പിച്ചു കൊടുത്തു, ഓരോന്നിനെ കുറിച്ചും അറിയിപ്പ് കൊടുത്തു. സത്യം വളരെ വ്യക്തമായി കഴിഞ്ഞിട്ടും അതേ അവൻ പിന്നെയും തിരിഞ്ഞു പോകാനാണ് ഭാവമെങ്കിൽ നുവല്ലിമാത്തവല്ലോ, തിരിഞ്ഞയിടത്തേക്ക് നാം അങ്ങ് തിരിച്ചുവിടും, മടക്കമുണ്ടാവില്ല. വനുസ്ലിഹി ജഹന്നമ, നരകത്തിൽ അവൻ നാം പ്രവേശിപ്പിക്കുന്നതാണ്. വസാഅത്ത് മസീറാ, അതെത്ര മോശമായ സങ്കേതമാണ്, എത്ര ചീത്തയായ ചെന്നു ചേരാനുള്ള ഇടമാണ്. അല്ലാഹുവേ, സാധുക്കളായ പാപികളായ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. നിന്റെ ആദർശത്തിന്റെ പ്രബോധകരും പ്രചാരകരുമായി നിന്റെ റസൂൽ ഞങ്ങൾക്ക് പകർന്നു തന്ന, ഉത്തമ തലമുറ ഞങ്ങളോട് പഠിപ്പിച്ചു തന്ന, ഞങ്ങളുടെ പൂർവീക നേതാക്കൾ ഞങ്ങൾക്ക് കൈമാറി തന്ന ഈ വിശുദ്ധമായ പ്രകാശം അണയാതെ സൂക്ഷിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ. നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കാരണം എന്താ? എപ്പോഴും സംഭവിക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രാർത്ഥിച്ചോളൂ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ എന്ന് സ്വർഗം മോഹിച്ചുകൊണ്ട്, നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ആ വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ രോഗികളായി കിടക്കുന്ന പലരുമുണ്ട്. ബഹുവന്യനായ ഗുരുനാഥൻ അബ്ദുൽ ഹഖ് സുല്ലമി പ്രയാസത്തിലാണ്, പ്രയാസങ്ങളുണ്ട് അദ്ദേഹത്തിന്. അള്ളാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ പല ആളുകളും വീടുകളിലും ആസ്പത്രികളിലും രോഗികളായിട്ടുണ്ട്. നമ്മിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി. എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എവിടെ വെച്ച് നമ്മളൊക്കെ മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടെയുള്ള ഒരു അന്ത്യം അള്ളാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക
مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. നിങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ ആ പ്രാർത്ഥന ഒരിക്കലും മറക്കാതെ അല്ലാഹുവിലെല്ലാം വരമേൽപ്പിച്ചുകൊണ്ട് നാഥ നിന്റെ തൃപ്തി കിട്ടിയിട്ടുള്ള നല്ലവരായ നിലക്ക് പിരിഞ്ഞു പോകാൻ നീ ഞങ്ങൾക്ക് സാധ്യമാക്കി തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവിനെ എല്ലാം വരമേൽപ്പിച്ചുകൊണ്ട് പ്രബോധന വീതിയിലേക്ക് ഇറങ്ങുക. സർവശക്തനായ നാഥൻ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അവൻ നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്നെന്നും ഇസ്സത്തോടെ അള്ളാഹുവിൻ്റെ ദീൻ ലോകത്തിൻ്റെ മുമ്പിൽ പറയാനുള്ള കരുത്തും വിജ്ഞാനവും ഈമാനികമായ വർധനവും വൈജ്ഞാനികമായ വർധനവും നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും നാഥൻ്റെ തുണയും സഹായവും അവൻ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾക്ക് സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരാനും ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.